തവനൂർ KMGUP സ്കൂൾ സുവർണ ജൂബിലി ആഘോഷത്തിന് തുടക്കമായി. സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം തവനൂർ MLA KT ജലീൽ ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയത്തിലെ മുഴുവൻ പൂർവ്വ വിദ്യാർത്ഥികളെയും പൂർവ്വ അധ്യാപകരെയും നാട്ടുകാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് സുവർണ ജൂബിലി ആഘോഷങ്ങൾ നടന്നത്. 2025 ഏപ്രിൽ മുതൽ 2026 മാർച്ച് വരെ നീണ്ടുനിൽക്കുന്ന ഒരു വർഷത്തെ പരിപാടികളാണ് സുവർണ ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് നടക്കുക. ചടങ്ങ് MLA KT ജലീൽ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ വിഷയങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുകയും അവരെ പരീക്ഷയ്ക്കിരുത്തുകയും മികച്ച മാർക്ക് വാങ്ങിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വിദ്യാലയത്തിൻ്റെ ലക്ഷ്യമെങ്കിൽ ഇവിടെ ഒരുപാട് അൺഎയ്ഡഡ് വിദ്യാലയങ്ങളുണ്ട്. ആ അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിലൂടെ അത് എത്രയോ കാലങ്ങളായിട്ട് നടക്കുന്നുമുണ്ട്. അതല്ല പൊതുവിദ്യാലയങ്ങളുടെ ലക്ഷ്യം. പൊതുവിദ്യാലയങ്ങളുടെ ലക്ഷ്യം നമ്മളുടെ നാടിൻ്റെ സംസ്കാരവും സ്വഭാവവും ബഹുസ്വരമായിട്ടുള്ള ചുറ്റുപാടുകൾ ഇത് അറിവിനോടൊപ്പം കുട്ടികൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. അപ്പോൾ ഇന്ന് അന്ന് നിലവിലുണ്ടായിരുന്ന ഇത്തരത്തിലുള്ള മാനേജ്മെന്റ് സ്കൂളുകൾ അല്ലെങ്കിൽ ഗവൺമെന്റ് സ്കൂളുകളുടെ ഒക്കെ പോരായ്മകളുണ്ടെന്ന് അത്തരം പോരായ്മകളെ ഒരു സാഹചര്യത്തിലാണ് ഒരുപാട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ഉണ്ടാവുന്നത്. നല്ല കാര്യം തന്നെയാണ്. കാരണം അത് അത്തരം സ്ഥാപനങ്ങളുടെയും ആവശ്യമുണ്ട് സമൂഹത്തിൽ. ഈ ലോകത്തിലെ മലയാളി എന്ന് പറയുന്നത് ലോകം മുഴുവൻ ഉള്ള വിശ്വപൗരനാണ്. മലയാളി ചെന്നെത്താത്ത സ്ഥലങ്ങളില്ല. പല സ്ഥലങ്ങളിലും തൊഴിലിന് വേണ്ടി മലയാളി ചെല്ലുന്നു. അവരൊക്കെ തന്നെ സ്വന്തമായിട്ടുള്ള ജീവിതം കണ്ടെത്തുന്നു. അപ്പോൾ അതിനനുയോജ്യമായിട്ടുള്ള വിദ്യാഭ്യാസം കൂടി കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെയൊക്കെയാണ് അത് ആ രീതിയിലാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ വന്നത്. നടൻ നിർമ്മൽ പാലാഴി മുഖ്യാതിഥിയായി. ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ അവർ വീണ്ടും വന്നു. ഫുഡ് ഞങ്ങളാകാം ഞങ്ങൾ വേണ്ട, ഞങ്ങൾ കഴിക്കട്ടെ. പിന്നെ അടുത്ത പ്രശ്നം എന്താ വെച്ചാൽ ഈ സ്നേഹവും വിശപ്പും തമ്മിൽ കൂട്ടി നോക്കിയപ്പോൾ വിശപ്പിന് കുറച്ചും കൂടി തൂക്കം കൂടി. അപ്പോൾ അത് കഴിക്കാനെങ്കിലും അപ്പോൾ അതെങ്ങനെയെങ്കിലും കഴിച്ചു തീർക്കാൻ പോയപ്പോഴേക്കും ഞാൻ കഴിക്കും എൻ്റെ കഴുത്തുണ്ടായിക്കൂടെ അങ്ങനെ ഒരു മൊബൈൽ വന്നിട്ട് എടുക്കാൻ തുടങ്ങി. ഫോട്ടോ എടുത്തു. അപ്പം ഞാൻ നിന്നിട്ട് കൂടെ ഒരു ഫോട്ടോ എടുത്തു. അതിനുശേഷം കൂടെ ഒരാളും കൂടെ വന്ന് ആള് ഞാൻ പറഞ്ഞു നീ എന്തൊക്കെ കഴിച്ചിട്ടെടുക്കാം. കാര്യം ഞങ്ങളൊക്കെ പണ്ടൊക്കെ വലിയ വലിയ കൂട്ടികൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വലിയ ടീമുകൾ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെയൊക്കെ ആളുകൾ വന്ന് പൊതിയുമ്പോൾ നമ്മളതിന് ഓരോരുത്തരും മുഖത്തേക്ക് ഒരു പ്രതീക്ഷയോടെ നോക്കും, ഒരു ചിരിയെങ്കിലും തിരിച്ചു കിട്ടുമെന്ന്. അപ്പോൾ അവർക്ക് നമ്മൾ അറിയപ്പോന്നില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആളുകൾ അറിയുകയും ഫോട്ടോ എടുക്കാൻ കഴിയുന്ന വലിയ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ചില നിമിഷങ്ങൾക്ക് നമുക്ക് സോറി എന്ന് പറയേണ്ടി വരും. സുവർണ ജൂബിലി പ്രഖ്യാപനത്തിന് ശേഷം തുടർന്നുള്ള മാസങ്ങളിൽ വിവിധങ്ങളായ പരിപാടികളാണ് നടക്കുക. ജനറൽ കൺവീനർ K ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് CP നസീർ അധ്യക്ഷത വഹിച്ചു. സുവർണ ജൂബിലി പ്രഖ്യാപനം വൈസ് പ്രസിഡന്റ് TV ശിവദാസ് നിർവഹിച്ചു. ഷോർട്ട് ഫിലിം റിലീസ് രമേഷ് കുമാർ നിർവഹിച്ചു. സംവിധായകൻ ഷിബു മുത്താട്ട്, രതീഷ് കല്യാൺ, മാസ്റ്റർ മൽഹാർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. K ലിഷ, ധനലക്ഷ്മി, വിമൽ, ഷീജ കൂട്ടാക്കിൽ, പ്രേമലത എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. NCV ന്യൂസ് തവനൂർ. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.